സാരംഗി, താൻ ഓക്കെ അല്ലേ? തരുൺ സാർ അവളുടെ അടുത്തേക്ക് വന്നു. അവളൊന്ന് പതുക്കെ മൂളി. നന്ദു, നീ എവിടെയാ? സാറിനൊരു കസേര ഇട്ട് കൊടുത്തേ. ചാരു വാതിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ അവിടെ നിന്നും തിരിച്ച് മറുപടി ഒന്നും വന്നില്ല. ഏയ് വേണ്ടടോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അയാൾ അവൾക്ക് അരികിലിരുന്നു. ദീർഘനേരം അവിടെ മനം തളം കെട്ടി നിന്നു. രണ്ടുപേർക്കും ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ചാരു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നിന്റെ ഈ അവസ്ഥയെ മുതലെടുക്കുകയാണെന്ന് വിചാരിക്കരുത്. നീ പറഞ്ഞിരുന്ന ബാധ്യതകളിൽ നിന്നെല്ലാം നീ ഇപ്പം മോചിതയായില്ലേ? ഇനിയെങ്കിലും എന്റെ ജീവിതത്തിലേക്ക് നിനക്ക് വന്നൂടെ? തരുൺ അത് പറഞ്ഞതും പുഞ്ചിരിച്ചുകൊണ്ടിരുന്ന ചാരുവിന്റെ മുഖം മാറി. ഞാനിപ്പോ അതിനൊന്നും പറ്റിയ മാനസികാവസ്ഥയിലല്ല. ഇപ്പൊ വേണ്ട, ഒന്നും ഇപ്പൊ വേണ്ട. പക്ഷേ എല്ലാം കഴിഞ്ഞ് നീ എന്നിലേക്ക് വരുമെന്നൊരു വാക്ക് അത്രമാത്രം മതി എനിക്ക്. ഒരാളെ വിവാഹം കഴിച്ച് അയാളോടൊപ്പം കഴിഞ്ഞ് അയാളുടെ കുഞ്ഞിനെയും ഗർഭം ചുമന്നിരുന്ന തന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ എങ്ങനെ അയാൾക്ക് കഴിയുന്നുവെന്ന് ചിന്തിക്കുകയായിരുന്നു ചാരു. നീ എന്താണ് ആലോചിക്കുന്നതെന്ന് നിന്റെ മുഖഭാവം എന്നോട് പറയുന്നുണ്ട്. ചാരു, ഞാൻ സ്നേഹിച്ചത് നിന്റെ ഈ ശരീരത്തെയല്ല, നിന്റെ ഉള്ളിലെ നീ എന്ന ആത്മാവിനെയാണ്. അതിപ്പോ നിന്റെ ഈ ശരീരത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും ആ സ്നേഹം കുറയില്ല. അവൻ അങ്ങനെയൊക്കെ പറയുമ്പോ ചാരുവിന്റെ മനസ്സിൽ ദേവിന്റെ മുഖം തെളിയുകയായിരുന്നു. അവൻ അവളുടെ മുന്നിലിരുന്ന് സംസാരിക്കുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത്. ചാരു, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നീ? അവൻ വിരലിനൊടിച്ചതും അവൾ ചിന്തയിൽ നിന്നും ഉണർന്നു. നീ ഇപ്പോഴും ആ ട്രോമയിൽ നിന്നും റിക്കവർ ആയിട്ടില്ലേ? ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്റെ കുഞ്ഞ് എന്നെ അമ്മയെന്ന് വിളിക്കുന്നത് ഇടയ്ക്കിടെ എന്റെ ചെവിയിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കും. അതെന്റെ ഹൃദയം വീണ്ടും വീണ്ടും കീറി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഈ അടച്ചിട്ട മുറിയിൽ ഒരേ ഇരുത്തം ഇരുന്നിട്ടാ ഇങ്ങനെ ഓരോന്ന് തോന്നുന്നേ. നീ വന്നേ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. ഒരു ചെറിയ യാത്ര ആവശ്യമാണെന്ന് അവൾക്കും തോന്നി തുടങ്ങിയിരുന്നു. കൂടുതലൊന്നും ആലോചിക്കേണ്ട, ഞാൻ പുറത്ത് നിൽക്കാം, വേഗം റെഡി ആയിട്ട് വാ. തരുൺ അതും പറഞ്ഞ് പുറത്തേക്കിറങ്ങി വാതിലടച്ചു. അവളുടെ പുതിയ ഡ്രസ്സൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെൽഫ് തുറന്ന് അതിൽ നിന്നും നന്ദുവിന്റെ ഒരു ഡ്രസ്സ് എടുത്ത് കുളിച്ച് ഫ്രഷായി അധികം ഒരുക്കങ്ങളൊന്നുമില്ലാതെ അവൾ ഇറങ്ങി. പോവാം. തരുൺ കസാരയിൽ നിന്നും എഴുന്നേറ്റു. നന്ദു, നീ റെഡിയായില്ലേ? ഞാനോ? ഞാനില്ല ചാരു, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. നിങ്ങൾ പോയിട്ട് വാ. അവരെ രണ്ടുപേരെയും തനിച്ചാക്കാൻ നന്ദു അങ്ങനെ ഒരു കള്ളം പറഞ്ഞു. നീയും കൂടെ വാ. എന്റെ ചാരു, എനിക്കൊരു അത്യാവശ്യമുള്ളത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ എന്റെ കൂടെ വരാതിരിക്കോ? ഏതായാലും ഒരുങ്ങി ഇറങ്ങിയതല്ലേ, നിങ്ങൾ പോയിട്ട് വാ. നന്ദു ഇല്ലാതെ അവനോടൊപ്പം പോവാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നുവെങ്കിലും അതെങ്ങനെ അവനോട് പറയുമെന്നോർത്ത് ചാരു അവന്റെ കൂടെ പോയി. പ്ലാൻ ചെയ്തതുപോലെയെല്ലാം കാര്യങ്ങൾ നടന്ന സന്തോഷത്തിൽ തരുൺ ചാരു കാണാതെ നന്ദുവിന് തംസപ്പ് കാണിച്ചു. നന്ദു തിരിച്ചും. അവൻ നേരെ വണ്ടിയെടുത്ത് സിറ്റിയിലുള്ള ഒരു കഫേയിലേക്കാണ് പോയത്. ഒരു ചായ കുടിച്ചാലോ? ഇവിടെ നല്ല ചായയും കടികളും കിട്ടും. അവൾ മൂളിക്കൊണ്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി. പുറത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിളിൽ അവർ ഇരുന്നു. തനിക്ക് ചായയോ കോഫിയോ? എനിക്ക് ചായ മതി. ചേട്ടാ, 2 ചായയും 2 സമൂസയും എടുത്തോ, തരുൺ വിളിച്ചു പറഞ്ഞു. എന്റെ ചാരു, ഇങ്ങനെ ഡള്ളായിരിക്കാതെ ഒന്ന് ഉഷാറാവ്. ഇതുവരെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും മറന്ന് ഇനി പുതിയൊരു ജീവിതം തുടങ്ങണം. കുറെ ആയില്ലേ നീ കോളേജിൽ വന്നിട്ട്? നാളെ മുതൽ തന്നെ തിരിച്ച് കോളേജിൽ വന്ന് തുടങ്ങണം. ലാസ്റ്റ് സെം എക്സാം ആവാനായതല്ലേ? ഇതുവരെ നല്ല മാർക്കോടുകൂടെ വിജയിച്ചിട്ട് ഇനി ഈ അവസാനം വെച്ച് സപ്ലി വാങ്ങാൻ നിൽക്കണ്ട. ഒന്നിനും ഒരു താല്പര്യവും തോന്നുന്നില്ല. എല്ലാത്തിനോടും ഒരു തരം മടുപ്പാണ് മനസ്സിന്. വീടിനുള്ളിൽ തന്നെ ചടഞ്ഞുകൂടിയിരുന്ന ഇതൊന്നും മാറാൻ പോകുന്നില്ല. പഴയ കാര്യങ്ങൾ മറക്കണമെങ്കിൽ മനസ്സ് പുതിയതിലേക്ക് തിരിയണം. എന്ത് പുതിയത് വന്നാലും എന്റെ കുഞ്ഞിനെ മറക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചാരുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഏയ്, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചേ. എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ബിസി ആയിക്കൊണ്ടിരുന്നിട്ടില്ലെങ്കിൽ ഓർമ്മകൾ വന്ന് നമ്മെ കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും. നീ കരയല്ലേ പ്ലീസ്. നിന്റെ കണ്ണുനീര് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുന്ന ആ ചാരുവിനെയാണ് എനിക്കിഷ്ടം. തരുൺ അവന്റെ കൈ അവളുടെ കൈയിന്റെ മുകളിൽ വെച്ചോ. അവന്റെ ആ സ്പർശനം വീണ്ടും അവളിൽ ദേവിന്റെ ചിന്തകളെ കൊണ്ടുവന്നു. ഉടനെ തന്നെ ചാരു അവളുടെ കൈകൾ അവിടെ നിന്നും പിൻവലിച്ചു. അപ്പോഴേക്കും അവർ ഓർഡർ ചെയ്ത് ചായയും കടിയും എത്തി. കുടിക്ക്. അവനൊരു ഗ്ലാസ് എടുത്ത് അവൾക്കടുത്തേക്ക് വെച്ചുകൊടുത്തു. ചാരു. പുറകിൽ നിന്നും നല്ല പരിചയമുള്ള ശബ്ദം കേട്ട് ചാരു തിരിഞ്ഞു നോക്കി. വരതയായിരുന്നു. അവളെ കണ്ടതും ചാരു അവിടെ നിന്നും എഴുന്നേറ്റു. ചാരു.
വരദ കരഞ്ഞുകൊണ്ട് ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. എന്താ ചാരു വീട്ടിലേക്ക് വരാത്തെ? നീ ഇല്ലാതെ അവിടെ ഒന്നിനും ഒരു രസമില്ല. നിന്നെ കാണാൻ നിന്റെ വീട്ടിലേക്ക് വരാൻ ഞാനും അച്ഛനും ചേച്ചിയും എല്ലാം കുറെ തവണ ഒരുങ്ങിയതാ. പക്ഷേ അപ്പോഴൊക്കെ ദേവേട്ടൻ പറയും പോകണ്ട എന്ന്. നീ ഓക്കെ ആയിട്ട് ഏട്ടൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അവൾ പറയുന്നതെല്ലാം നിർവികാരതയോടെ ചാരു കേട്ടു നിന്നു. ചാരു, എന്ത് കോലാടി നിന്റെ? വരദ അവളുടെ കവിളികളിൽ പതിയെ തലോടി. ഇത് ഫ്രണ്ടാ. തരുൺ തന്നെ മറുപടി പറഞ്ഞു. പറ, ഇനി എന്നാ നീ വീട്ടിലേക്ക് വരിക? ഞാൻ വരദയുടെ ആ ചോദ്യത്തിന് മറുപടി പറയാൻ ചാരുവിന് കഴിഞ്ഞില്ല. എന്താ ചാരു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തരുണിന് ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യം വരികയായിരുന്നു. അവളിനി ഒരിക്കലും ആ വീട്ടിലേക്ക് വരില്ല എന്ന് പറയാൻ അവന്റെ നാവ് തരിച്ചുകൊണ്ടിരുന്നു. എക്സ്ക്യൂസ് മീ, ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോവാനുണ്ടായിരുന്നു. അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി അവൻ പറഞ്ഞു. ഓ സോറി ചാരു, ഞാൻ പോട്ടെ എന്നാ. എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. നിന്റെ വരവിനായി ആ മാളിയേക്കൽ തറവാട് തന്നെ കാത്തിരിക്കുകയാ. ഓ പിന്നെ, ഇത്രയും ദ്രോഹിച്ചിട്ട് ഇനിയും അവിടേക്ക് തന്നെ തിരിച്ചു പോണത്രേ. വരദ പോകുന്നത് നോക്കി തരുൺ പിറുപിറുത്തു. വാ, നമുക്ക് പോവാം. ഇനിയും ഇവിടെ നിന്നാൽ ശരിയാവില്ല. തരുൺ ചാരുവിനെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങി. അവൻ അവളെയും കൊണ്ട് ബീച്ചിലും ചെറിയൊരു ഷോപ്പിങ്ങിനും എല്ലാം പോയി. ആ യാത്രയിൽ അവൻ അവളുമായിട്ട് അടുക്കാൻ പരമാവധി ശ്രമിച്ചു. ഹാ, ദേവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? നിങ്ങളല്ലേ പറഞ്ഞത് ചാരു പുറത്തേക്കൊന്നും ഇറങ്ങാതെ വീടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണെന്ന്? ഹാളിലെ സോഫയിൽ മലർന്നു കിടക്കുന്നവനെ തട്ടി വിളിച്ച് വരദ പറഞ്ഞു. എന്നിട്ട് ഞാനിന്ന് അവളെ കോഫി ബീനിൽ വെച്ച് കണ്ടല്ലോ. കോഫി ബീനിലോ? ദേവ് നെട്ടലോട് ചോദിച്ചു. കാരണം അവൻ അവളെ ഒന്ന് പുറത്തേക്ക് വിടാൻ നന്ദുവിനോട് കുറെ തവണ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്ക് അവൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ കൂട്ടാക്കുന്നില്ല എന്നതായിരുന്നു നന്ദുവിന്റെ മറുപടി. ആ അതെ, കൂടെ അവളുടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഓ, ആ നന്ദനായിരിക്കും അല്ലേ? ഹേയ്, നന്ദുവിനെ കണ്ട എനിക്കറിയില്ലേ. അവളല്ല, ഇതൊരു ബോയ് ഫ്രണ്ടാ. ബോയ് ഫ്രണ്ടോ? എന്താ, ചേട്ടൻ അറിയില്ല അവനെ? ആ അറിയാം, അവൾ പറഞ്ഞിരുന്നു. ആരെ കുറിച്ചാ നിങ്ങൾ ഈ സംസാരിക്കുന്നേ? പ്രഭാകരൻ അവിടേക്ക് വന്നു. വരദ ചാരുവിനെ കണ്ട സന്തോഷം അവരോടും പറഞ്ഞു. എന്നാലും അവളെ നിനക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നൂടെ ദേവ്? എന്തിനാ ഇനി വൈകിക്കുന്നേ? സരോജിനിയുടെ കാര്യം അവളെ അറിയിക്കണ്ട. അറിയാതെ കാല് തന്നെ വീണതാണെന്നല്ലേ അവളിപ്പോ വിശ്വസിക്കുന്നേ. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. മറ്റേത് ആ കുട്ടി ഇങ്ങോട്ട് വരാൻ മനസ്സ് വരില്ല. ഞാൻ അവളെ തള്ളിയിട്ടത് എന്നാണ് അവൾ വിശ്വസിക്കുന്നത് എന്ന് എങ്ങനെ അച്ഛനോട് പറയും? ദേവ് ചിന്തിച്ചോ. ഡാ, നിന്നോടാ പറയുന്നേ, ഇന്ന് തന്നെ അവളെ പോയി വിളിച്ചോണ്ട് വാ. ഏതായാലും വരദമോളുടെയും ആരതിമോളുടെയും കല്യാണ ഡേറ്റ് ആവാനായതല്ലേ. ഇനി 1 മാസം കൂടെയല്ലേ ഉള്ളൂ. അവളുടെ അച്ഛനോടും അമ്മയോടും ആ കാരണം പറഞ്ഞാ മതി. ആ, ഞാൻ വിളിച്ചു നോക്കട്ടെ അച്ഛാ. അവൻ വേഗം പുറത്തേക്ക് പോയി നന്ദുവിന്റെ ഫോണിലേക്ക് ഡയൽ ചെയ്തു. എന്താ ഇയാളുടെ പ്രശ്നം? ഞാൻ പറഞ്ഞതല്ലേ എന്നെ ഇങ്ങനെ വിളിക്കരുത് എന്ന്. ചാരു എവിടെ? ചാരു എവിടെയായാലും തനിക്കെന്താടോ? പനത്തടി പന്നം. എന്റെ ചാരു നിന്റെ അടുത്തല്ലേ എന്ന് വിചാരിച്ചിട്ടാ ഇത്രയും ദിവസം നീ പറഞ്ഞതെല്ലാം കേട്ടു നിന്നത്. അല്ലാതെ നിന്നെ പേടിച്ചിട്ടല്ല. ഈ ആരുടെയും മാളിയേക്കലിന്റെ അടുത്ത് നീ കൂടുതൽ ഉണ്ടാക്കാൻ വരല്ലേ. പറയടി, ചാരു എവിടെ? ദേവിന്റെ ഉയർന്ന ശബ്ദം അവളിൽ ഭയമുണ്ടാക്കി. അവളിവിടെ ഉണ്ട്. അവളെ എങ്ങാനും തരുൺ സാറിന്റെ കൂടെ വിട്ടു എന്നറിഞ്ഞാ അവൻ അവിടെ ഒന്ന് തല്ലുമെന്ന് അവൾക്ക് അറിയാവുന്നത് കൊണ്ട് നന്ദ വിറച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ അവൾക്ക് ഫോൺ കൊടുക്ക്. ഫോണൊന്നും കൊടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ ശബ്ദം കേട്ടാ. നീ കുറെ ആയിട്ടും പറഞ്ഞ് എന്നെ പൊട്ടനാക്കാൻ തുടങ്ങിയിട്ട്. എന്റെ ശബ്ദം കേട്ട അവൾക്ക് ഭ്രാന്താവുകയാണെങ്കിൽ ആവട്ടെ. മര്യാദക്ക് ഫോൺ കൊടുത്തോ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ അവിടെ എത്തും. ഈശ്വരാ, ഈ കണ്ട മൃഗത്തോട് ഞാൻ ഇനി എന്ത് പറയും? നന്ദു നിന്ന് വിറക്കാൻ തുടങ്ങി. കാരണം അവന്റെ ശബ്ദം അത്രയും ഭയാനകരമായിരുന്നു. തുടരും.